ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ലോകത്തുള്ള എല്ലാ മലയാളികളും ഓണമൊക്കെ ആഘോഷിച്ച് അടിപൊളിയായിട്ടിരിക്കുകയാണ്. ഓണമൊക്കെ നമ്മുടെ ദേശീയ ഉത്സവമാണ്. ഇതിൽ ജാതിയോ മതമോ ആരും നോക്കാറില്ല. എല്ലാവരും അടിച്ചു പൊളിച്ച് ആഘോഷിക്കാറുണ്ട്. ഓണത്തോടനുബന്ധിച്ച് നമ്മൾ പല പരിപാടികളും സംഘടിപ്പിക്കാറുണ്ട്. ഓണപ്പൂക്കളം, ഓണത്തല്ല്, വടംവലി മത്സരം, അങ്ങനെ ആഘോഷത്തിൻ്റെ പരമോന്നതയായ പരിപാടികളാണ് നമ്മൾ ഓണത്തോടനുബന്ധിച്ച് എല്ലാവരും ചെയ്യാറുണ്ട്. അതുപോലെ ഓഫറുകളൊക്കെ വരാറുണ്ട്. ഓണത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ തൃശ്ശൂർ ആണ് ഏറ്റവും പ്രത്യേകതയുള്ളത്. അത് പുലികളിയാണ്. 4ാം ഓണത്തിൻ്റെ സമയത്ത് പുലികളി അത് 2-3 ഡിസ്ട്രിക്റ്റുകളിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. തൃശ്ശൂർ, പാലക്കാട്, പിന്നെ അടുത്ത ഒരു ജില്ലയും കൂടി. അപ്പോൾ ഈ പുലികളിയെ പറ്റിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. പുലികളിയുടെ ആഘോഷങ്ങളും അതിൻ്റെ പരിപാടികളും അതൊക്കെ എങ്ങനെയാണ്, അതിൻ്റെ ചമയങ്ങൾ, അതിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് ഈ രസകരമായ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. കേരളത്തിലെ തനതായ ഒരു കലാരൂപമാണ് പുലികളി അഥവാ കടുവക്കളി. ഓണക്കാലങ്ങളിലാണ് ഈ കലാരൂപം അവതരിപ്പിച്ച് വരാറുള്ളത്. ഈ കലാരൂപത്തിന് ഏകദേശം 200 വർഷത്തെ പഴക്കമുണ്ട്. ഈ കലാരൂപം അവതരിപ്പിക്കുന്ന കലാകാരന്മാർ അന്നേ ദിവസം കടുവയുടെ ശരീരത്തിലുള്ളതുപോലുള്ള വരകളും കടുവയുടെ മുഖവും ശരീരത്തിൽ വരയ്ക്കുകയും മുഖത്ത് കടുവയുടെ മുഖം മൂടി വെച്ച് വാദ്യമേളങ്ങൾക്കനുസരിച്ച് നൃത്തം വയ്ക്കുകയും ചെയ്യുന്നു. ഉടുക്കും തകിലുമാണ് വാദ്യങ്ങളായി ഉപയോഗിക്കാറുള്ളത്. പുലികളെ കൂടാതെ ഒരു വേട്ടക്കാരൻ ഈ സംഘത്തിൽ ഉണ്ടായിരിക്കും. കടും മഞ്ഞ നിറത്തിലുള്ളതും കറുപ്പ് നിറത്തിലുള്ളതുമായ ചായങ്ങളാണ് കൂടുതലായും വരയ്ക്കുവാൻ ഉപയോഗിക്കുന്നത്. പ്രത്യേകം പരിശീലനം സിദ്ധിച്ച ആളുകളാണ് ഈ കലാരൂപം അവതരിപ്പിക്കാറുള്ളത്. നൂറ്റാണ്ടിലേറെ പഴക്കമുള്ളതാണ് തൃശ്ശൂരിലെ പുലിക്കളി. കൊല്ലവും തിരുവനന്തപുരവുമാണ് പുലിക്കളിയുടെ മറ്റ് 2 പ്രധാന സ്ഥലങ്ങൾ. തലമുറകളായി തുടർന്നു വരുന്ന ഇതിന് പൂരത്തിനും ഏറെ താഴെയല്ലാത്ത ഒരു സ്ഥാനമുണ്ട്. 4ാം ഓണം നാളിൽ വൈകുന്നേരമാണ് പുലികളി. വേഷം കെട്ടൽ തലേന്ന് രാത്രി തന്നെ തുടങ്ങാറുണ്ട്. നടുവിലാൽ ഗണപതിക്ക് മുമ്പിൽ നാളികേരം ഉടച്ചാണ് പുലികൾ സ്വരാജ്യ റൗണ്ടിൽ പ്രവേശിക്കുക. ചെണ്ടയുടെ വന്യമായ താളത്തിനെ ഒപ്പിച്ച് നൃത്തം വെച്ച് കളിച്ച് മുന്നോട്ട് നീങ്ങുന്ന പുലികൾക്കൊപ്പം വലിയ ട്രക്കുകളിൽ തയ്യാറാക്കുന്ന കെട്ടുകാഴ്ചകൾ വളരെ ആകർഷവും മനോഹരവുമാണ്. തൃശ്ശൂർ നഗരത്തിൻ്റെ സാംസ്കാരിക കൂട്ടായ്മയെ ഓർമ്മിപ്പിക്കുന്ന വിധം ഇത്തരം കെട്ടുകാഴ്ചകളിൽ പുരാണങ്ങളിലെ കഥാപാത്രങ്ങൾ മുതൽ ഏലിയറ്റും ജൂലിയറ്റും ചെഗുവരയും മാർക്സും സ്പേസ് ഷിപ്പും എല്ലാം കടന്നു വരാറുണ്ട്. മാസങ്ങളുടെ ശ്രമമാണ് ഇത്തരം ഒരു ശില്പം ഒപ്പിച്ചെടുക്കാൻ ചെലവാക്കുന്നത്. തൃശ്ശൂരിലെ പുലികളികൾക്ക് മറ്റു സ്ഥലങ്ങളിൽ കാണുന്നതിൽ നിന്ന് വ്യത്യസ്തതയുണ്ട്. ഇവിടെ പുലികളുടെ മേൽ ഉപയോഗിക്കുന്ന ചായം ഇനാമൽ പെയിൻ്റാണ്. ഇവ മണ്ണെണ്ണയിൽ നന്നായി കൂട്ടിച്ചേർത്താണ് ഉപയോഗിക്കുന്നത്. കാലത്തിൻ്റെ മാറ്റം പുലികളികളിലെ വേഷങ്ങളിലും മാറിയിട്ടുണ്ട്. ചിലർ ശരീരത്തിൽ ചിത്രങ്ങൾ വരയ്ക്കാറുണ്ട്. വിവിധ നിറത്തിലാണ് പുലികൾ. പച്ച, മഞ്ഞ, കറുപ്പ്, സിൽവർ, ചുവപ്പ്, നീല, പിങ്ക്, വയലറ്റ് എന്ന് വേണ്ട മിക്ക നിറത്തിലും കാണാം. കുടവയറുള്ള പുലി കളിക്കാരാണ് ഇവിടെ മിക്കവാറും പ്രാധാന്യമായി കണക്കാക്കപ്പെടുന്നത്. ഇവർ അരമണി ധരിക്കാറുണ്ട്. ഇത് കുലുക്കിയാണ് മിക്കവാറും നൃത്തം ചെയ്യാറ്. പരിപാടി കഴിഞ്ഞാൽ ചായം കഴുകിക്കളയുന്നത് മണ്ണെണ്ണയുടെ സഹായത്തോടെയാണ്. ഗോറില്ല നിറങ്ങളാണ് പുലിവർണ്ണങ്ങളാക്കുന്നത്. ഇത് ഉരുപ്പടികൾക്ക് നിറം കൊടുക്കുന്നതിനുള്ളതാണ്. നിറപ്പൊടികളും വാർണിഷും നീട്ടി അരച്ചാണ് പുലിവർണ്ണങ്ങൾ ഉണ്ടാക്കുന്നത്. അരയ്ക്കുമ്പോൾ പൊട്ടുന്നതാണ് പാകം. മനോഹരമായ ഈ പുലികളി ലോക പ്രശസ്തമാണ്. ഈ സമയങ്ങളിൽ ഇഷ്ടം പോലെ വിദേശികളൊക്കെ ഈ പുലികളി കാണാൻ എത്താറുണ്ട്. അപ്പോൾ കൂട്ടുകാരെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നല്ല നല്ല കമൻറ്റുകൾ ഇടാനും ശ്രമിക്കുമല്ലോ. ഇനിയും നല്ല അടിപൊളി വീഡിയോകളുമായിട്ട് ഞാൻ എത്തുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.